നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. എന്റെ മനസ്സാണിത്. എക്സ്പ്രഷൻ കിങ് എന്ന് വിശേഷിപ്പിക്കാം. അവന്റെ ഈ വയനാട് ദുരന്തം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഉണ്ണിമാഷ് സംസാരിക്കുന്നതും പിന്നെ മകള് സംസാരിച്ചിട്ടുള്ള ഒരു അച്ഛൻ പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോന് ഇവൻ റിയാക്ട് ചെയ്തിട്ടുള്ള, വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു. നിങ്ങൾ ആ വീഡിയോ കണ്ടു നീരിക്കുന്നുണ്ട്. ഓക്കെ, ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ കമ്മ്യൂണിറ്റിയിൽ രാവിലെ ഷെയർ ചെയ്തിരുന്നു. അതുൽ ഉണ്ടല്ലോ, അതുൽ വ്ലോഗ്സിൽ അതുൽ ബ്രോന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുൽ ബ്രോ വീഡിയോ ചെയ്തതിന്റെ ബേസിൽ അതിൽ തപ്പി പിടിച്ചു എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കിട്ടി. അതുലിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞ പ്രകാരം 29 വയസ്സുള്ള ഒരു പയ്യനാണ് അവനെന്ന്. മൈനർ അല്ല, ചെറിയ പയ്യനല്ല, +2 ഒന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ മാഡ് അല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പ്രത്യേക ടൈപ്പ് ചങ്ങായിയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കാം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഈ പൂക്കാവടി മോന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ടൗൺ എസ് ഐ ബിജു പൗലോസ് ആണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അതിലാണോ? അതെ, അതിലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതായത് അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോയിൽ ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു അവന്റെ അഡ്രസ് കാര്യങ്ങൾ ഫോൺ നമ്പർ ഒക്കെ അതിൽ ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? പറഞ്ഞു സാർ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. എയർടെല്ലാണ് ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നു. അപ്പൊ അത് കേരള പോലീസിന് സൈബർ വിംഗ് എന്നാണ് വിളിച്ചെന്ന് മനസ്സിലാക്കുന്നു. തന്നെയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇവന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും സൈബർ വിംഗിലേക്ക്, പോലീസിലേക്ക് കൈമാറി എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത ഉണ്ട്. കാരണം ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. കാരണം വെച്ചാൽ ഒരിക്കലും ഒരാളും ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യരുത്. മനസ്സുകൊണ്ട് പോലും, പുറത്തേക്ക് കാണിക്കുന്നത് മാത്രമല്ല, മനസ്സിൽ പോലും ലോകത്തെവിടെങ്കിലും ഒരു ദുരന്തം, ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ, ഇനിയിപ്പോ ഏത് രാജ്യത്ത്, നമ്മുടെ ശത്രു രാജ്യത്താണെങ്കിൽ കൂടി, അവർക്ക് വരുന്ന ആപത്തുകളിൽ സന്തോഷം കാണുന്ന, അതിനിപ്പോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും, ഇനിയിപ്പോ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും, എന്താണെങ്കിലും, അതൊക്കെ ഒരു മാനസിക വൈകല്യമാണ്. അതൊന്നും ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അതൊരിക്കലും വളർത്താൻ പറ്റുന്ന സംഗതിയേ അല്ല. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.